ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് അദാനി ഗ്രൂപ്പിനെ കുറിച്ച് തന്നെയാണ്. നിലവിലെ വിപണിയിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തിക്കൊണ്ട് നിൽക്കുന്ന കമ്പനി തന്നെയാണ് അദാനി ഗ്രൂപ്പ് കമ്പനികൾ. നമുക്ക് വിവിധമായ മേഖലകൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അദാനിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അദാനി പുതിയൊരു സിമൻറ്റ് കമ്പനിയെ കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. പെന്ന സിമൻറ്റിനെ കൂടി ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ സിമൻറ്റ് രാജാവാക്കാനുള്ള ശ്രമത്തിലാണ് അദാനി. മേഖലയിൽ ഇപ്പോൾ നിലവിൽ 2ാം സ്ഥാനമാണ് അദാനി ഗ്രൂപ്പിനുള്ളത്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആദിത്യ ബിർല ഗ്രൂപ്പിൻ്റെ അൾട്രാടെക് സിമൻ്റ് ആണ്. 4 വർഷത്തിനുള്ളിൽ സിമൻറ്റ് നിർമ്മാണ മേഖലയിൽ 1ാം സ്ഥാനത്തേക്ക് ഉയരുക തന്നെയാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നത്. 2028 ആകുമ്പോൾ രാജ്യത്തിൻ്റെ ആകെ നിർമ്മിക്കുന്ന സിമൻറ്റിൻ്റെ 1/5 അദാനി ഗ്രൂപ്പ് കമ്പനി നിന്നാകും. പെന്ന സിമൻറ്റിൻ്റെ ഏറ്റെടുക്കലിനും വിപുലീകരണത്തിനുമായിട്ട് 25,000 കോടി രൂപയാണ് അദാനി മാറ്റിവെച്ചിരിക്കുന്നത്. 2022 അദാനിയുടെ സിമൻറ്റ് സ്വപ്നങ്ങൾ തുടങ്ങുന്നത്. എല്ലാ മേഖലയിലും ബിസിനസ് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ 2022 സെപ്റ്റംബറിൽ അംബുജ ACC സിമൻറ്റ് കമ്പനികളെ അദാനി സ്വന്തമാക്കി. പെന്ന സിമൻറ്റിനൊപ്പം ഗുജറാത്തിലെ സ്വരാഷ്ട്ര സിമൻറ്റ്, അതുപോലെ തന്നെ ജയപ്രകാശ് അസോസിയേറ്റിൻ്റെ സിമൻറ്റ് ബിസിനസ്, ABG ഷിപ്പ് യാർഡിൻ്റെ വദരാജ് സിമൻറ്റ് കമ്പനി, ഇങ്ങനെയുള്ള കമ്പനികൾ കൂടി ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഈ ന്യൂസ് വന്നിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇത് സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ട് തന്നെയാണ്. ഹൈദരാബാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള പെന്ന സിമൻറ്റിനെ 10,422 കോടി രൂപയ്ക്കാണ് അദാനി സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മോദി സർക്കാരിൻ്റെ പുതിയ പദ്ധതികളും അവരുടെ അടിസ്ഥാന സൗകര്യ വികസന നിർമ്മാണ പദ്ധതികളൊക്കെ വരുമ്പോൾ സിമൻറ്റ് മേഖലയ്ക്കുണ്ടാകുന്ന വളർച്ച വളരെ വലുതാണ്. ആ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദാനിയുടെ ഈ സിമൻറ്റ് കമ്പനികൾക്കുള്ള ഏറ്റെടുക്കൽ. 16% വളർച്ച തന്നെയാണ് കമ്പനി വരും വർഷങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ അംബുജയും ACC സിമൻറ്റ് അടക്കമുള്ള കമ്പനികളിൽ നിന്ന് രാജ്യത്തിൻ്റെ 18 പ്ലാന്റുകളിലായി പ്രതിവർഷം 79 ദശലക്ഷം ടൺ സിമൻ്റാണ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് 2028 ആകുമ്പോഴേക്ക് 140 ദശലക്ഷം ടൺ ഉൽപ്പാദനത്തിൽ എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ അദാനിയുടെ ഈ സിമൻറ്റ് മേഖലയിലേക്ക് വളരെ വലിയ രീതിയിലുള്ള വളർച്ചാ സാധ്യതയുണ്ട്. ഈ സ്റ്റോക്കുകളൊക്കെ വളരെ സാധ്യതയുണ്ട്. നമ്മളൊന്ന് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്.